ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും SRJ മാത്സ് ട്യൂട്ടോറിയലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് CBSE അല്ലെങ്കിൽ NCERT 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ തുടങ്ങുന്നു. റിയൽ നമ്പേഴ്സിൽ ഇന്ന് നമുക്ക് വളരെ ബേസിക്കായിട്ട്, അതായത് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിയൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്കൊരു നമ്പർ ലൈന് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു നമ്പർ ലൈനിൽ നടുക്ക് വരുന്ന സംഖ്യ 0 ഇതിന് രണ്ട് സൈഡുണ്ട്. ഈ സൈഡിനെ RHS അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നും ഈ സൈഡിനെ LHS അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നുമാണ് പറയുന്നത്. വലത്തോട്ട് സംഖ്യകൾ കൂടിക്കൂടി പോകുന്നു. അതായത് 1, 2, 3 എന്നിങ്ങനെ കൂടിക്കൂടി പോകുന്നു. ഏറ്റവും വലിയ സംഖ്യയെ +∞ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ 0ൻ്റെ ഇടത്തോട്ടുള്ള നമ്പേഴ്സ് -1, -2, -3 എന്നിങ്ങനെ കുറഞ്ഞു വരുന്നു. ഏറ്റവും ചെറിയ നമ്പറിനെ നമ്മൾ -∞ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ 0ൻ്റെ വലതുഭാഗത്തുള്ള സംഖ്യയാണ് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 0ൻ്റെ ഇടത്തോട്ടുള്ള നമ്പേഴ്സിനെ നെഗറ്റീവ് നമ്പേഴ്സ് എന്നും പറയുന്നു. 0 പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യയാണ്. ഇനി നമുക്ക് റിയൽ നമ്പേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട നമ്പേഴ്സിനെ കുറിച്ച്, നമ്പേഴ്സ് സിസ്റ്റം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ നമ്പേഴ്സാണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ആയതുകൊണ്ടാണ് ഇവയെ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടങ്ങുന്ന ഈ പോസിറ്റീവ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും 1 ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും വലിയ നാച്ചുറൽ നമ്പർ ഏതാണ്? ഇൻഫിനിറ്റിയാണ് അല്ലേ. ഏറ്റവും വലിയ നാച്ചുറൽ നമ്പർ അനന്തമാണ്, നമുക്ക് +∞ എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പറാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1 മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന നമ്പേഴ്സ് ആണല്ലോ നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ 0 കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. 0വും എണ്ണൽ സംഖ്യകളും ചേർന്ന ഈ നമ്പർ സിസ്റ്റത്തെ അല്ലേ അല്ലെങ്കിൽ സംഖ്യാഗണത്തെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സാണ് അല്ലേ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പറാണ്. ഇപ്പം ഞാനൊരു നമ്പർ എഴുതുന്നു 7. ഈ 7 എന്ന് പറയുന്ന നമ്പർ നാച്ചുറൽ നമ്പറാണ്, അതുപോലെ തന്നെ ഹോൾ നമ്പറുമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ തുടങ്ങുന്ന 0 മുതൽ തുടങ്ങുന്ന ഈ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ഹോൾ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 0 ഏറ്റവും ചെറിയ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇൻറ്റിജറാണ് എന്താണെന്ന് നോക്കാം. അതായത് 1 മുതൽ തുടങ്ങുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ കൂടെ 0 കൂടി ഉൾപ്പെടുകയാണെങ്കിൽ ഇത്തരം നമ്പേഴ്സിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ നെഗറ്റീവ് സംഖ്യ കൂടി ഉൾപ്പെടുകയാണെങ്കിൽ ഈ എല്ലാ നമ്പേഴ്സിനെയും വിളിക്കുന്ന പേരാണ് ഇൻറ്റിജേഴ്സ്. മലയാളത്തിൽ പൂർണ്ണസംഖ്യകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് നമ്പേഴ്സ്, 0 പോസിറ്റീവ് സംഖ്യകൾ അല്ലേ. ഈ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനൊരു നമ്പർ എഴുതുകയാണ് 9. ഇത് ഏത് നമ്പറാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇതൊരു നാച്ചുറൽ നമ്പറാണ്, ഇതൊരു ഹോൾ നമ്പറാണ്, അതുപോലെ തന്നെ ഇതൊരു ഇൻറ്റിജറാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, 0 എഴുതിയിട്ട് നമ്മളോട് ഏത് നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 എന്നത് എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ല. കാരണം 1 മുതൽ തുടങ്ങുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പർ. അതുകൊണ്ട് 0 ഒരു നാച്ചുറൽ നമ്പർ അല്ല. പക്ഷേ ഇതെന്താണ്? ഇതൊരു ഹോൾ നമ്പറാണ്.
അതുപോലെ തന്നെ ഇൻറ്റിജറാണ്. എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 0 ഒരു ഇൻറ്റിജറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റാഷണൽ നമ്പേഴ്സ്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന, P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. അതായത് ന്യൂമറേറ്ററായും ഡിനോമിനേറ്ററായും എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്തെന്ന് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൂടി പറയേണ്ടതുണ്ട്. Q₀ അതായത് ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 അല്ലാത്ത P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 7 ഒരു റാഷണൽ നമ്പറാണോ? ആണ്. 7 നമുക്ക് 7/1 എന്ന് എഴുതാം അല്ലേ? P/Q ഫോമിൽ എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് 7 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 14/2 എന്ന് എഴുതാം. 14/2 എന്ന് പറയുമ്പോൾ 7 ആണ്. അപ്പോൾ 7 നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും 1 മുതൽ തുടങ്ങുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എന്ത് നമ്പറാണ്? റാഷണൽ നമ്പേഴ്സാണ് അല്ലേ? 1 മുതൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും റാഷണൽ നമ്പറാണെന്ന് പറയാൻ പറ്റും. എന്നാൽ 0 ഒരു റാഷണൽ നമ്പറാണോ? 0 നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ? പറ്റും അല്ലേ? 0/1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0/2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് 0യും എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എല്ലാ ഹോൾ നമ്പേഴ്സും അല്ലേ? 0 മുതൽ തുടങ്ങുന്ന എല്ലാ നമ്പേഴ്സും എന്തുതന്നെയാണ്? റാഷണൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് എല്ലാ ഹോൾ നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 7, ഇപ്പം -7 എടുത്തോളൂ. അപ്പോൾ -7/1 എന്ന് പറയാം, അല്ലെങ്കിൽ -14/2 എന്ന് പറഞ്ഞാൽ -7 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ച എല്ലാ നമ്പേഴ്സും ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഇവയെല്ലാം റാഷണൽ നമ്പേഴ്സാണ്. ഇവയെല്ലാം നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ? എന്നാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത ചില നമ്പേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. P/Q ഫോമിൽ എഴുതാൻ കഴിയാത്ത നമ്പേഴ്സുകളെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അതിനൊരു ഡെഫിനിഷൻ കേട്ടോ. അതായത് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകൾ, അതല്ലെങ്കിൽ ആ നമ്പേഴ്സ് എങ്ങനെയായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിംഗ് നമ്പർ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സേഡ്സ്. എന്താണ് സേഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് കൃത്യമായിട്ട് റൂട്ടുകളൊന്നുമില്ലാത്ത നമ്പേഴ്സ് ഉണ്ട്. അതായത് √2, ഓക്കെ, √3, √5 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ. √5, √8 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് സേഡ്സ്, മലയാളത്തിൽ കരണികൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ √16 അത് √16, √4 അതിനൊക്കെ കൃത്യമായിട്ട് റൂട്ടുണ്ട്. അതിനൊന്നും നമ്മൾ സേഡ്സ് എന്ന് പറയില്ല. ഓക്കെ, കൃത്യമായിട്ട് റൂട്ടുകളില്ലാത്ത √2, √2, √3, √5, √7 അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ സേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സിന് മറ്റൊരു എക്സാമ്പിളാണ് ട്രാൻസ്ഡെൻഡൽ നമ്പർ എന്ന് പറയും. അതായത് പൈ ഒരു ട്രാൻസെൻഡൻ്റൽ നമ്പറാണ്. അതായത് മലയാളത്തിൽ അതീത സംഖ്യ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ പൈ, അതുപോലെ തന്നെ അങ്ങനെയുള്ള നമ്പേഴ്സിനെയൊക്കെയാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഡ്സ് ആൻഡ് നമുക്ക് പൈ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതൊക്കെയാണ് സേഡ്സ്? √2, √3, √5 തുടങ്ങിയ നമ്പേഴ്സ്. എന്തുകൊണ്ടാണ് ഇവയെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷനാണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിക്കറിംഗ് ഡെസിമൽ ആണ്.
അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആവർത്തിക്കാത്തതും അവസാനിക്കാത്തതുമായ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ √2, √3 ഇതൊക്കെ ഇർറാഷണൽ നമ്പർ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4142 എക്സെട്ര എന്നാണ്. കണ്ടോ, ഇത് ആവർത്തിച്ചിട്ടില്ല. 41 കഴിഞ്ഞിട്ട് 42 ആവർത്തിച്ചിട്ടില്ല അല്ലേ. അതുപോലെ തന്നെ ഇത് അവസാനിച്ചിട്ടും ഇല്ല. ഇങ്ങനെ ആവർത്തിക്കാത്തതും നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇർറാഷണൽ നമ്പേഴ്സ്. അതുകൊണ്ടാണ് √2 ഒരു ഇർറാഷണൽ നമ്പർ ആയത്. നോക്കൂ, √3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.732 എക്സെട്ര എന്നാണ്. ആവർത്തിച്ചിട്ടില്ല, അവസാനിച്ചിട്ടും ഇല്ല. ഇങ്ങനെ ആവർത്തിക്കാത്തതും അവസാനിക്കാത്തതുമായ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇർറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് പൈ ഒരു ഇർറാഷണൽ നമ്പർ ആയത്? അതിൻ്റെ കാരണം പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 എക്സെട്ര എന്നാണ്. അപ്പോൾ പൈയുടെ വാല്യൂ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അവസാനിച്ചിട്ടും ഇല്ല. അതുകൊണ്ടാണ് പൈ ഒരു ഇർറാഷണൽ നമ്പർ ആയത്. അപ്പോൾ നമ്മൾ സാധാരണ പൈയുടെ വാല്യൂ 3.14 എന്ന് മാത്രം കാണാറുണ്ട് ചില പുസ്തകങ്ങളിൽ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സമം ഈക്വൽ ടു എന്ന് കൊടുക്കാറില്ല, അപ്രോക്സിമേറ്റ് വാല്യൂ എന്നേ പറയുള്ളൂ. 3.14 എന്ന് പറയുന്നത് പൈയുടെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ പൈയുടെ വാല്യൂ ആകണമെങ്കിൽ അവിടെ എന്ത് വേണം? എക്സെട്ര ഉണ്ടായിരിക്കണം. അപ്പോൾ പൈ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമലാണ്. ഇങ്ങനെ ആവർത്തിക്കാത്തതും അവസാനിക്കാത്തതുമായ ഒരു നമ്പറാണ് പൈ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇർറാഷണൽ നമ്പർ ആണെങ്കിൽ അത് p/q ഫോമിൽ എഴുതാൻ കഴിയില്ല അല്ലേ. പക്ഷേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പൈയുടെ വാല്യൂ നിങ്ങൾ 22/7 എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 22/7 എന്ന് പറയുന്നത് പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, റിയൽ വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് പൈയുടെ വാല്യൂ അല്ല. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 എക്സെട്ര എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇപ്പോൾ പൈയുടെ ഒരു വാല്യൂ ആണല്ലോ 3.14. അപ്പോൾ ഈ മൂന്നാമത്തെ മാസം മാർച്ചാണല്ലോ. അപ്പോൾ മാർച്ച് 14 വേൾഡ് പൈ ഡേ ആയിട്ട് ആചരിക്കുന്നത് കേട്ടോ. വേൾഡ് പൈ ഡേ എന്നാണ് മാർച്ച് 14. അതുപോലെ തന്നെ നോക്കൂ, 7 എന്ന് പറയുന്നത് ജൂലൈ മാസമാണ് അല്ലേ. 7ാമത്തെ മാസം ജൂലൈ അല്ലേ. അപ്പോൾ ജൂലൈ 22 ആണ് പൈ അപ്രോക്സിമേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. പൈ അപ്രോക്സിമേഷൻ ഡേ എന്ന് പറയുന്നത് ജൂലൈ 22 ആണ്. നമ്മൾ ഈ പഠിച്ച മുഴുവൻ സംഖ്യകളും ഏതൊക്കെയാ? നാച്ചുറൽ, ഹോൾ നമ്പർ, ഇൻറ്റിജേഴ്സ്, റാഷണൽ, ഇറാഷണൽ, ഈ എല്ലാ നമ്പേഴ്സും ഈ ലൈനിൽ ഉള്ളത് കൊണ്ട് ഈ എല്ലാ നമ്പേഴ്സിനെയും വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് അല്ലേ. അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇത്രയും നമ്പേഴ്സ്, അതായത് ഈ എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സാണ് അല്ലേ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇർറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ എല്ലാ റാഷണൽ നമ്പേഴ്സും ഇർറാഷണൽ നമ്പേഴ്സും ഇവയെല്ലാം ചേർത്ത് വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സ് ഇത് എല്ലാം എന്തിലുണ്ട്? ഈ ലൈനിലുണ്ട്. ലൈനിൽ √2, √3 ഇതെല്ലാം ഈ ലൈനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊത്തം നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ എന്താണ് റിയൽ നമ്പേഴ്സ് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി വയ്ക്കുക, റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, താങ്ക് യു.